Dear friends, welcome back to Easy Commerce Concepts by Adiza Prudensha. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് പരീക്ഷകളിൽ നിങ്ങൾക്ക് എങ്ങനെ നല്ല മാർക്ക് നേടാൻ സാധിക്കും എന്ന് പറഞ്ഞു തരുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പരീക്ഷ അടുക്കും അല്ലെങ്കിൽ പരീക്ഷ എന്നുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആകെ ഒരു ചൂട് പിടിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കും അല്ലെ. നിങ്ങൾ ആകെ ഒരു ടെൻഷൻ, ആൻസൈറ്റി ഇതെല്ലാത്തിലൂടെ ആയിരിക്കും നിങ്ങൾ ഒന്ന് കടന്നു പോവാ. ഞാൻ ആ ഒരു ഏരിയാസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെയായിരിക്കും ചോദിക്കുക, എനിക്ക് ഒന്നും അറിയില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻ നിറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ എക്സാം എന്ന് കേൾക്കുന്ന സമയത്ത് കടന്നു പോവുക. അത് മാത്രല്ല, ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, പരീക്ഷകളിൽ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ കഴിയുന്ന ചില ലളിതമായ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാവുന്ന ലളിതമായ കുറച്ച് മാർഗങ്ങളും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്. സോ പരീക്ഷകളിൽ വലിയ സ്കോർ നേടുന്നതിനുള്ള ഒരു ഗേറ്റ് വേ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. വളരെ ലളിതവും എന്നാൽ ഇഫക്റ്റീവും, അതായത് ഫലപ്രദമായിട്ടുള്ള കുറച്ച് ഘട്ടങ്ങളിലൂടെയാണ് അത് കടന്നു വരുന്നത്. ഒരു മികച്ച ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് നിങ്ങൾ അവ ശരിയായ രീതിയിൽ ഒന്ന് പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോയില് നിങ്ങളുടെ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, എങ്ങനെയാണ് എനിക്ക് പരീക്ഷയിൽ നല്ലൊരു മാർക്ക് അടിപൊളിയായിട്ട് ഹൈ സ്കോർ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിന് പെർഫെക്റ്റ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരാനാണ് ഈ ഒരു വീഡിയോ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ ആ ഒരു തന്ത്രങ്ങളിലൂടെ എങ്ങനെ പരീക്ഷകളിൽ നമുക്ക് നല്ല മാർക്ക് നേടാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ പരീക്ഷകളിൽ നല്ല മാർക്ക് നേടാനുള്ള 20 വഴികളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് കൃത്യമായിട്ട് പറഞ്ഞങ്ങനെ പോകാം. ആൻഡ് നിങ്ങൾ ഇത് കേട്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പ്രാക്ടീസും കൂടി ചെയ്യുമ്പോഴേ ഇതിന്റെ ഒരു റിസൾട്ട് പൂർണ്ണമായും കിട്ടുള്ളൂ. ഇപ്പൊ ഡോക്ടറുടെ അടുത്ത് അസുഖം മാറാൻ വേണ്ടിയിട്ട് പോയിട്ട് ഡോക്ടർ എഴുതി തരുന്ന ഗുളിക കണ്ടാൽ മാത്രം പോരാ, അത് നമ്മൾ എന്ത് ചെയ്യണം, കഴിക്കുകയും കൂടി വേണം, എന്നാലേ അസുഖം മാറുള്ളൂ. അതുപോലെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ട്രിക്സും ടിപ്സും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടുക കേട്ടോ. അപ്പൊ മികച്ച രീതിയിലുള്ള ഒരു നല്ല മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാം. റെഡി? അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂള് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ, ഒരു ടൈം ടേബിള് നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു തയ്യാറെടുപ്പ് ഷെഡ്യൂൾ ഉപയോഗിച്ച് ആദ്യം തന്നെ നമ്മൾ അങ്ങ് തുടങ്ങുക. ഓക്കെ, പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് ഷെഡ്യൂൾ എന്നാണ് അതിനെ വിളിക്കുക. പരീക്ഷയിൽ എങ്ങനെ നല്ല മാർക്ക് നേടാം എന്നതിന് ഉത്തരം തേടുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട വിഷയങ്ങൾക്ക് ഒരു തയ്യാറെടുപ്പ് ഷെഡ്യൂൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓരോ സബ്ജക്റ്റിന്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു വിഷയ ലിസ്റ്റ് നമ്മൾ ആദ്യം ഉണ്ടാക്കണം. അപ്പൊ കൊമേഴ്സ് വിദ്യാർത്ഥികളാണെങ്കിലും അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്, ആ ഒരു സബ്ജക്ട് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ സിലബസ് നന്നായി ഉൾക്കൊള്ളാനും നല്ല രീതിയിൽ അതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നത് മനസ്സിലാക്കാനും അതിനു മുമ്പ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് ആയിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ ഉണ്ട് എന്നുള്ളതിന്റെ ആ ഒരു സബ്ജക്ട് ലിസ്റ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് തയ്യാറാക്കിയിട്ട് വെക്കണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ദിവസത്തിലെ വ്യത്യസ്ത സമയങ്ങളില് ഓരോ വിഷയങ്ങളാണ് പഠിക്കേണ്ടതായിട്ട് വരിക. സോ അതിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ടായിരിക്കണം
നമ്മുടെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടത്. കഠിനമായ പാഠങ്ങൾ പഠിക്കാൻ ഇത് നിങ്ങൾക്ക് കൂടുതൽ ഒരു ആത്മവിശ്വാസം നൽകും. ഓക്കെ, അപ്പോ ഒരു തയ്യാറെടുപ്പ് സ്കെഡ്യൂള് നിങ്ങളെ സഹായിക്കും എന്ന് ഉള്ളത് വളരെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്നെ നിങ്ങൾ എങ്ങനെയാ പഠിക്കേണ്ടത്? ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് തുടങ്ങുക, അതിനുശേഷമായിരിക്കണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റിലേക്ക് നിങ്ങൾ മാറേണ്ടത്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. ഇനി നിങ്ങളുടെ സിലബസ് കൃത്യസമയത്ത് പൂർത്തിയാക്കാനും ടെസ്റ്റ് പേപ്പർ സോൾവിംഗ് അസസ്മെന്റുകളിലും പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു പുനരവലോകനത്തിലും സമയം കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിലൂടെ സമയം കിട്ടും. അതായത് നമുക്കിപ്പോ നമ്മൾ പഠിക്കുന്നത് ഒരു പഠനമുണ്ട്, സ്കൂളുകളിൽ എടുക്കുന്ന പഠനമുണ്ട്. അപ്പൊ സ്കൂളുകളിൽ നമുക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും, വേറെ എക്സാംസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലേക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പിന്നീട് ഒരു ടൈം കണ്ടെത്തേണ്ട ആവശ്യം വരില്ല. ഈ ഒരു സ്കെഡ്യൂൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് വേറെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് കണ്ടെത്തേണ്ടതായിട്ട് വരില്ല. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? കൃത്യമായി സിലബസ് വെച്ചിട്ട് സബ്ജക്ട് ലിസ്റ്റ് വെച്ചിട്ട് ഒരു സ്കെഡ്യൂൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങൾ പിടിമുറുക്കാൻ നിങ്ങളെ സഹായിക്കുകയും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള വിവിധ വിഷയങ്ങളിൽ നിങ്ങളുടെ ആശയം കുറച്ചുകൂടെ വ്യക്തമാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ശരിയായ ഒരു തയ്യാറെടുപ്പ് സ്കെഡ്യൂള് പരീക്ഷയ്ക്ക് മുമ്പുള്ള ഒരു വലിയ പഠന ലിസ്റ്റ് നിങ്ങളെ ബാധിക്കാത്തതിനാൽ സമ്മർദ്ദമില്ലാതെ നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം തുടരാൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, നിങ്ങൾ ഇതുവരെ അങ്ങനെയുള്ള ഒരു പഠന സ്കെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ടോ? തയ്യാറാക്കിയിട്ടുള്ളവര് കമന്റ് ബോക്സിൽ യെസ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ കാര്യമാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് ഒന്നാമത്തെ കാര്യം? പഠന സ്കെഡ്യൂൾ തയ്യാറാക്കുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ സിലബസ് ആൻഡ് സബ്ജക്ട് ലിസ്റ്റ്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തത്. ശരിയായ രീതിയിലുള്ള ഒരു ടൈം മാനേജ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറുള്ളൂ അല്ലെ? ആ ഒരു ടൈമിനെ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മളുടെ ടൈം സ്കെഡ്യൂൾ നമ്മൾ ഓൾറെഡി ഒരു പഠന സ്കെഡ്യൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനോട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ടൈം മാനേജ്മെന്റ് റെഡിയാക്കി എടുക്കേണ്ടത്. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഏകദേശം 1 അല്ലെങ്കിൽ 2 മണിക്കൂർ കൃത്യമായ ഇടവേളകളിൽ പഠനപാഠങ്ങള് കൃത്യമായി നിങ്ങൾ സ്കെഡ്യൂൾ ചെയ്യുക. ഈ ഒരു ടൈമിൽ ഞാൻ ഇതാണ് പഠിക്കുന്നത്, ഈ ഒരു ടൈമിൽ ഞാൻ ഫിസിക്സ്, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഞാൻ അക്കൗണ്ടൻസി, ഈ ഒരു ടൈമിൽ ഞാൻ ബിസിനസ് സ്റ്റഡീസ് ആണ് പഠിക്കുന്നതെന്ന് കൃത്യമായി അവിടെ എഴുതി വെക്കുക. എന്നിട്ട് അത് പഠിച്ചതിന് ശേഷം അതിനുള്ള സമയമൊക്കെ നമ്മൾ അവിടെ കൊടുക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഒരു ഇന്റർവെൽ എടുക്കുക. ഇന്റർവെൽ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കൃത്യമായ ഇടവേളകൾ നിങ്ങൾ എടുത്തിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് നിങ്ങൾ എന്താ പറയുക, അടുത്തൊരു മണിക്കൂറിലെ പരീക്ഷകൾക്കായുള്ള സമ്മർദ്ദത്തിന് ഇടമില്ലാതെ ശരിയായ അക്കാഡമിക് സ്കെഡ്യൂളിനോടൊപ്പം നിങ്ങളുടെ പതിവ് ജീവിത ശൈലി നല്ല ബാലൻസിങ് ആയിട്ട് മാറാൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങൾക്ക് വേണ്ട എന്റർടൈൻമെന്റ് കാര്യങ്ങൾ അവിടെ കിട്ടും, നിങ്ങൾക്ക് ഉറങ്ങാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ടൈം അവിടെ കിട്ടും, നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രോപ്പർ ആയ ടൈം അവിടെ കിട്ടും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായ സമയ മാനേജ്മെന്റ് ഉണ്ടാക്കുക. അത് ഓരോ വിദ്യാർത്ഥിക്കും ഓരോ രീതിയിലായിരിക്കും ആ ഒരു ടൈം മാനേജ്മെന്റ് വരിക. കാരണം ഇപ്പൊ ഒരു വിദ്യാർത്ഥിയുടെ ലൈഫ് പോലെയല്ല വേറൊരു വിദ്യാർത്ഥിയുടെ ലൈഫ് ഉണ്ടാവും അല്ലെ? ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആദ്യത്തെ പീരീഡ്, രണ്ടാമത്തെ പീരീഡ്, മൂന്നാമത്തെ പീരീഡ് എന്ന് പറഞ്ഞിട്ട് എത്ര പീരീഡ് ആണുള്ള അത്രയും പീരീഡിലുള്ളത് ഓരോ ദിവസം തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ആ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടോ? അതിനെ ബേസ് ചെയ്തിട്ടല്ലേ ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്നത്? അതുപോലെ തന്നെയാണ് ഇത്. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കാൻ പോകുന്ന ആ ഒരു വിഷയം ഏതാണ് പഠിക്കാൻ പോകുന്നത്, എത്ര സമയമാണ് പഠിക്കാൻ പോകുന്നത്, അത് ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് പഠിക്കാൻ പോകുന്നത്, നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ടായിരിക്കണം ആ ഒരു പഠനത്തിലേക്ക് കടക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഇതാണ് രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ക്ലിയർ അല്ലേ? സോ ഈ 2 പോയിന്റുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ പോയിന്റും കൂടി ഒരുമിച്ച് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് കൺഫ്യൂസ്ഡ് ആയിപ്പോ. അപ്പൊ ഈ 2 കാര്യങ്ങൾ ആദ്യം നിങ്ങളൊന്ന് മനസ്സിലേക്ക് എടുക്കുക. ഒന്ന്, നമ്മുടെ സബ്ജക്ട് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു
ഷെഡ്യൂൾ തയ്യാറാക്കി വെക്കുക. അതിനുശേഷം അതിന്റെ ബേസിൽ നിങ്ങൾ ഒരു ടൈം മാനേജ്മെന്റും കൂടി ഫ്രെയിം ചെയ്ത് വെക്കുക. ഈ രണ്ട് കാര്യവും നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഇതിന് ശേഷം വരുന്ന പോയിന്റുകൾ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പാർട്ട് 2 ആയിട്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പലർക്കും നല്ല രീതിയിൽ പഠിക്കണം എന്നുണ്ട്, നല്ല മാർക്ക് വാങ്ങണമെന്നുണ്ട്, പക്ഷെ ഇതിന് എന്ത് ചെയ്യണം എന്ന് ഇപ്പോഴും അറിയില്ല. അപ്പൊ അവർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.